ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അനദർ ജെയിൻ അഗുംബെ. അപ്പോൾ നമ്മൾ ഇന്ന് അഗുംബയിൽ നിന്ന് തിരിച്ച് മംഗലാപുരത്തേക്ക് പോവും. അതിന് മുന്നേ നമ്മൾ 2 സ്ഥലങ്ങളാണ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് കവലദുർഗ ഫോർട്ട്, ദെൻ അവിടുന്ന് കുന്താദ്രി ഹിൽസ്. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. കവലദുർഗ ഫോർട്ടിലേക്ക് നമുക്ക് ചെറിയൊരു ട്രക്കിംഗ് ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. മഴ രാവിലെ നല്ലപോലെ ഉണ്ടായിരുന്നു. ട്രക്കിങ്ങിൻ്റെ കാര്യം ഞങ്ങൾ ഇന്നലെ തന്നെ സിരിമേൻ വാട്ടർഫോൾസിൽ പോയിട്ട് ഇറങ്ങാൻ പറ്റിയില്ല. ഭയങ്കര അപകടം പിടിച്ച നിലയിലായിരുന്നു, അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. സോ ഇന്നും ട്രക്കിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്കറിയത്തില്ല. ബട്ട് ഫിംഗേഴ്സ് ക്രോസ്ഡ്, ലെറ്റ്സ് ഹോപ്പ് ഫോർ ഗുഡ്. ആൻഡ് കാലാവസ്ഥയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം മഴയൊക്കെ മാറി നല്ല കോടമഞ്ഞായിട്ടുണ്ട്. സോ നല്ല ഭംഗിയുണ്ട് ഇപ്പം ചുറ്റിലും കാണാൻ. ഞങ്ങളിപ്പോൾ കവലദുർഗ ഫോർട്ടിലേക്കും കുന്താദ്രിയിലേക്കും തിരിക്കുകയാണ്. ഇവിടെ ബസ് ഇവിടെ റെഡിയാണ്. സോ ലെറ്റ്സ് ഗോ. അഗുംബയിൽ നിന്ന് 35 കിലോമീറ്ററാണ് കവലദുർഗ ഫോർട്ടിലേക്കുള്ള ദൂരം. ഈ കോട്ടയുടെ മുകളിലേക്കുള്ള 3 കിലോമീറ്റർ ഹൈക്കിൽ വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു പ്രകൃതിയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. കർണാടകയിലെ ഷിമോഗ ഡിസ്ട്രിക്റ്റിൽ തീർത്ഥഹള്ളിയിലാണ് കവലദുർഗ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് സെൻറ്റിനൽ ഫോർട്ട് എന്നൊരു പേരുണ്ട്. 9-ാം നൂറ്റാണ്ടിലാണ് ഈ ഫോർട്ട് പണി കഴിപ്പിച്ചതായിട്ട് വിശ്വസിക്കുന്നത്. ഇത് കർണാടകയിലെ ഒരു റോയൽ ഡിനാസ്റ്റി ആയിരുന്ന കേലടി നായകാസ് ഭരിച്ചിരുന്ന ഒരു കോട്ടയാണ്. പിന്നീട് 1500കളിൽ വിജയനഗര സാമ്രാജ്യം തകർന്നപ്പോൾ റാണി ചേന്നമ്മ, അതുപോലെ 1600കളിൽ അന്നത്തെ മറാഠ രാജകുമാരനായ രാജാറാം, ഇവർക്ക് ഈ കോട്ട ഒരു ഒളിത്താവളമാക്കി താമസിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. നമ്മൾ ഏകദേശം കവലദുർഗ ഫോർട്ടിൻ്റെ ടോപ്പിലെത്താറായി. ഇവിടെ നിന്നാൽ നല്ല അടിപൊളി ടോപ്പ് വ്യൂ കിട്ടും. ഇത്രയും കയറി കൊള്ളാം. നല്ലൊരു വർക്കൗട്ടായിരുന്നു. കേലടി നായകരുടെ കൊട്ടാരത്തിൻ്റെ അവശേഷിപ്പും കല്ലിൽ കൊത്തിയെടുത്ത T ഷേപ്പിലുള്ളൊരു കുളവുമാണ് ഇപ്പം ഈ ഫോർട്ടിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നതായിട്ടുള്ളത്. നല്ല കാറ്റാണ്, നല്ല കോടയുണ്ട്. അടിപൊളി കവലദുർഗ ഫോർട്ട്, അമേസിംഗ്. ഓൾസോ ട്രെയിൽ നല്ല സ്ലിപ്പറിയാണ്. നമ്മൾ നല്ല ഷൂസൊക്കെ ഇട്ടിട്ട് വരുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. അതൊരു പാറയുടെ മുകളിലാണ്. അപ്പം അവിടെ കയറാൻ പറ്റുന്നത് കുറച്ച് റിസ്ക്കിയാണ്. കാരണം ഞങ്ങൾ വഴിയിൽ വെച്ച് കുറച്ച് മലയാളി പയ്യന്മാരെ കണ്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് അതിൻ്റെ മുകളിൽ നല്ല വഴുക്കലാണ്, അവർ വീഴുകയൊക്കെ ചെയ്തു എന്നാണ്. നമ്മൾ നോക്കട്ടെ, കയറാൻ പറ്റിയ ഡെഫിനറ്റ് ആയിട്ട് കയറും. പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ്, അടിപൊളി വ്യൂ. സൂപ്പർ.
അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഹോം സ്റ്റേയിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. നമ്മൾ മംഗളൂരോട്ട് തിരിക്കുവാണ്. റെയിൽവേ സ്റ്റേഷനിലല്ല, അതിന് മുന്നേ നമ്മളൊന്ന് മോളിലൊക്കെ കറങ്ങുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇന്ന് കവലദുർഗ ഫോർട്ട് കഴിഞ്ഞിട്ട് കുന്താദ്രി പോകാൻ പറ്റിയില്ല. അവിടെ മരമൊക്കെ വീണിട്ട് റോഡ് അടഞ്ഞു കിടക്കുമായിരുന്നു. ഒരു കോമ്പൻസേഷൻ പോലെ ഞങ്ങൾക്ക് മോളിൽ ഒന്ന് കറങ്ങാനുള്ള ഒരു സൗകര്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങളിതേ നെക്സ്റ്റ് അങ്ങോട്ട് പോവാണ്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും സ്റ്റേഷൻ. ഞങ്ങൾക്ക് ട്രെയിൻ ശരിക്കും 11:30 ഉള്ളൂ രാത്രി. അപ്പം അപ്പോഴത്തേക്ക് എത്തിയാൽ മതി. അങ്ങനെ തിരിച്ച് കുടയും കോട്ടും ഒക്കെ മടക്കി വെക്കാനുള്ള സമയമായി. ബൈ, മംഗളൂർ വെച്ച് കാണാം. ഹലോ. അപ്പം നമ്മളങ്ങനെ 3 മണിക്കൂറത്തെ അതികഠിനമായ യാത്രയൊക്കെ കഴിഞ്ഞ് റോഡ് മോശമായിരുന്നു ചിലയിടത്തേക്ക്. ആ അകുമ്പ പ്രശ്നമില്ലായിരുന്നു. മംഗളൂരിലോട്ട് അടുക്കുമ്പോഴാണ് റോഡ് അഴുക്കാവുന്നത്. അതെ, അപ്പം അങ്ങനെ ഒന്നാമത് ഈ വണ്ടി കിടന്ന് ഭയങ്കര ഇടിയായിരുന്നു. അതെനിക്ക് കഠിനമായിരുന്നു. ചേട്ടന് പ്രശ്നമൊന്നുമില്ലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മാംഗ്ലൂരിലെ മോളിലെത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ലുലുവിലൊക്കെ പോയിട്ടുള്ളവർക്കാണെങ്കിൽ നോർമൽ മോൾ. കുന്താദ്രി പോകാൻ പറ്റിയില്ല, അതാണ് സാഹചര്യം. സോ നമ്മളിപ്പോൾ മോളിലാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഇവിടുന്ന് സമയം കളയാൻ. അതെ, ഞങ്ങളുടെ ട്രെയിൻ 11:30 ഉള്ളൂ. അതെ, എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ നോക്കുക. അങ്ങനെ മനസ്സ് നിറയെ മഴയും കുളിരും നിറച്ച ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത യാത്രകളിൽ ഇതുപോലെ വീണ്ടും കാണാം.